മൊഡ്യൂൾ 4 സ്ട്രീം ഫ്ലോ മെഷർമെന്റിൽ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്, മിയാൻഡറിങ് ഓഫ് റിവേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ വാട്ട് ഈസ് മിയാൻഡർ, അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് രണ്ട് ഫിഗേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു റിവർ ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ. ആൻഡ് അത് ഫ്ലോ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് ബെൻസും ടേൺസും ഒക്കെ കൂടിയിട്ടാണ് ഈ റിവേഴ്സ് ഫ്ലോ ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പം ആ ഒരു ഫ്ലോ പാറ്റേൺ തന്നെയാണ് ഈ മിയാൻഡർ എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ മിയാൻഡർ ഈസ് വൺ ഓഫ് എ സീരീസ് ഓഫ് റെഗുലർ സൈനസ് കർവ്സ്. അപ്പൊ ഈ സൈനസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കേർവ്സും ടേൺസും ഒക്കെ ഉള്ളത് എന്നർത്ഥം, ഹാവിങ് മെനി കേർവ്സ് ആൻഡ് ടേൺസ്. ഓക്കെ, അപ്പൊ സൈനസ് കേർവ്സ് bends, loops, turns or windings in the channel of a river, stream or other water course. അപ്പൊ എന്തുവാ, ഒരു സ്ട്രീം ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഒരു വാട്ടർ കോഴ്സ് ആയിക്കോട്ടെ, അത് പോകുന്ന ആ ഒരു പാറ്റേൺ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ടേൺസ് ഒക്കെ എടുത്ത് ബെൻഡ് ഒക്കെ എടുത്താണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, മിയാൻഡറിംഗ് എന്ന് പറയും. ഓക്കെ, സോ മിയാൻഡർ ഇൻ ജനറൽ ഇസ് എ ബെൻഡ് ഇൻ എ സൈനസ് വാട്ടർ കോഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ് മിയാൻഡറിംഗ് റിവേഴ്സ് അല്ലെങ്കിൽ മിയാൻഡറിംഗ് സ്ട്രീം എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. അപ്പൊ നമ്മൾ ഇനി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഫോർമേഷൻ. അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാം ഒരു റിവർ എങ്ങനെയാണ് സാധാരണഗതിയിൽ ഫ്ലോ ചെയ്ത് പോകുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഇത് ഒഴുകി പോകുന്ന ആ ഒരു പാത്തിനുണ്ടാവുന്ന മാറ്റം, അതായത് ഒരുപാട് കേർവ്സും ബെൻസും കുറച്ച് ദിശ മാറിയും ഒക്കെ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് കാലങ്ങൾ എടുത്ത് ഫ്ലോ ചെയ്ത് വരുന്ന ഒരു പാറ്റേണിനാണ് നമ്മൾ ഈ മിയാൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ റിവർ ഒരിക്കലും ഈ രീതിയിലായിരിക്കത്തില്ല ഒഴുകുന്നത്, പക്ഷെ ഒരുപാട് കാലങ്ങൾ എടുത്താണ് ആ റിവറിന് ആ ഒരു ഫ്ലോയ്ക്ക് ഒരു മാറ്റം, അല്ലെങ്കിൽ അത് പോകുന്ന ആ വഴികൾക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ meander is formed when the moving water in a river changes its speed of water, eroding sediments from the outside of a bend and depositing them on the inside. അപ്പൊ ഈ ഒരു ഫിഗർ തന്നെ നോക്കി, ഇതിനകത്തൊരു റിവർ ഒഴുകി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പം കൂടുതലും ഇപ്പം വാട്ടർ ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഇറോഷൻ ഒക്കെ കൂടുന്നത് കാരണം പതുക്കെ എന്താ സോയിൽ ഇത് ഒഴുകുന്ന അനുസരിച്ച് ഒരു വശത്തേക്ക് സോയിൽ ഡിപ്പോസിറ്റ് ആവാൻ തുടങ്ങും. അപ്പൊ പതുക്കെ ഇതിന്റെ റൂട്ട് മാറും. ഓക്കെ, അപ്പം ഇത് ഒഴുകുന്ന അനുസരിച്ച് ഒരു സൈഡിലേക്ക് മണ്ണ് വന്ന് സെഡിമെന്റ്സ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുകയും ആ ബെൻഡ് എടുക്കുന്നിടത്ത് കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറിയത് ഒഴുകുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ മിയാൻഡേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം, ഈ ഭാഗത്തെല്ലാം സെഡിമെന്റ്സ് ആണ് അല്ലെ. അപ്പം നേരത്തെ ആ ഒരു യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്തൂടെ ആയിരുന്നിരിക്കാം ആ റിവർ ആദ്യം ഒഴുകിക്കൊണ്ടിരുന്നത്. പിന്നീട് ഈ ബെൻഡ് എടുക്കും തോറും സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ആവുന്ന കാരണം ആ ബെൻഡ് കൂടി വരുന്നു. ആൻഡ് ആദ്യം ഒഴുകിയ ആ ഒരു പാറ്റേണിന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ് ഒരു ഷാർപ്പ് ബെൻഡ് എടുത്താണ് ഇത്തവണ ഒഴുകുന്നത്. അപ്പൊ അത് സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അല്ല, ഒരുപാട് കാലങ്ങൾ എടുത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. സോ ഇങ്ങനെയാണ് മിയാൻഡേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്ത് ഒരു ബെൻഡ് എടുക്കുമ്പോഴത്തേന് ഒരു സൈഡിൽ നിന്ന് മണ്ണ് ഇറോഡ് ചെയ്ത് പോവുകയും മറ്റേ സൈഡിൽ ഡിപ്പോസിറ്റ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ആവും, ഇവിടുന്ന് മണ്ണ് ഒലിച്ചു പോകും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കണം. ഈ താഴെ കാണുന്ന ഫിഗറിനകത്ത് അത് കുറച്ചും കൂടെ നല്ലതായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതൊരു ക്രോസ് സെക്ഷൻ ആയി കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഈ റിവർ ഇവിടുന്ന് ഇങ്ങനെ ബെൻഡ് എടുത്ത് പോകുമ്പോൾ ഇതാണ് ആ ബെൻഡ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കണ്ട് ഈ മൂലയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബെൻഡ് അങ്ങോട്ട് എടുക്കുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, ഇവിടെ ഈ സൈഡിലുള്ള മണ്ണെല്ലാം ഇറോഡായി പോകുന്നു. ഓക്കെ, അതേസമയം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് പറ്റുന്നു, മണ്ണെല്ലാം കൂടെ വന്ന് സെഡിമെന്റ്സ് വന്ന് ഡിപ്പോസിറ്റ് ആവുന്നു. അപ്പൊ ഇവിടെയാണ്, ഈ പോയിന്റിലാണ് അത് ടേൺ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പോയിന്റിൽ മാക്സിമം വെലോസിറ്റി ഉണ്ടാവും. ആ മാക്സിമം വെലോസിറ്റി ഫോം ചെയ്യുന്ന ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് തൽബെക്. ഓക്കെ, THALWEG, തൽബെക്. അപ്പോൾ സെഡിമെന്റ്സ് ഫോം ചെയ്യുന്ന ആ ഒരു പോയിന്റ് പറയുന്ന പേര് പോയിന്റ് ബാർ ഡിപ്പോസിറ്റ്സ് എന്നും. ഓക്കെ, അതുകൂടാതെ മറ്റേ പോയിന്റ്, അപ്പുറത്തെ പോയിന്റ്, അതായത് മാക്സിമം വെലോസിറ്റി ഉള്ള അല്ലെങ്കിൽ സ്ട്രോങ് കറണ്ട്സ് ഫോം ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ തൽബെക് എന്നും പറയുന്നു. ക്ലിയർ ആയി കാണുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഇറോഷനും ഡിപ്പോസിഷനും ചേർന്നുള്ള ആ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ മിയാൻഡേഴ്സിന്റെ സൈസ് കൂടി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ.
അപ്പൊ ഈ ഫ്ലോ പാറ്റേൺ ഇങ്ങനെ മാറി അതിന്റെ ഡയറക്ഷൻ മാറി മാറി വരുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം അതിന്റെ മൂവ്മെന്റ് ഒരു സ്നേക്ക് ലൈക്ക് പാറ്റേണിലായി മാറുന്നു. അപ്പൊ ദ റിസൾട്ട് ഇസ് എ മൂവ്മെന്റ് ഓഫ് സ്നേക്ക് പാറ്റേൺ അല്ലെ. അപ്പൊ ആ രീതിയിൽ പോകുന്ന ഒരു പാറ്റേണിനാണ് നമ്മൾ മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ കാണിക്കാനായിട്ട് മറ്റൊരു ഫിഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം, ഈ റിവർ ഒഴുകി ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും അത് ബെൻഡ് എടുക്കുമ്പോൾ ഈ ഭാഗത്ത് ഇറോഷൻ ഉണ്ടാവുന്നു ആൻഡ് ഈ ഭാഗത്ത് ഡിപ്പോസിറ്റ് ആവുന്നു. എന്താണ്? സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ആവുന്നു. വീണ്ടും ഇതിലേക്കൂടെ ഫ്ലോ ചെയ്ത് വീണ്ടും ഈ ഒരു ടേൺ എടുക്കുമ്പോൾ ഈ ഭാഗത്ത് സോയിൽ ഇറോഷൻ ഉണ്ടാവുന്നു, ഓപ്പോസിറ്റ് ഭാഗത്ത് ഡിപ്പോസിഷൻ ഉണ്ടാവുന്നു, സെഡിമെന്റ് ഡിപ്പോസിറ്റ്. ഓക്കെ, വീണ്ടും അത് ടേൺ ചെയ്യുന്നു ആൻഡ് അടുത്ത ബെൻഡ് എടുക്കുമ്പോഴത്തേക്കിന് ഓപ്പോസിറ്റ് സൈഡിൽ ഈ സൈഡിൽ എന്താണ്? സോയിൽ ഇറോഷൻ ഉണ്ടാവുന്നു, ഇവിടെ വീണ്ടും സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ആവുന്നു. സോ ഈ രീതിയിലാണത് ഒഴുകി പോകുന്നത്. അപ്പം ഇവിടെ 2-3 ടേംസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ മാക്സിമം വെലോസിറ്റി ഉണ്ടാവുന്ന ആ ഒരു പോയിന്റ്, സോയിൽ ഇറോഷൻ ഉണ്ടാവുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ കട്ട് ബാങ്ക് എന്നാണ് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഡിപ്പോസിഷൻ ഉണ്ടാവുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ പോയിന്റ് ബാർ ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ കണ്ട ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്ത് വന്നേക്കുന്നത്, ഇതിനെ നമ്മൾ മിയാൻഡർ ലൂപ്പ് എന്ന് പറയുന്നു. ആൻഡ് കുറെ കാലം കഴിയുമ്പോഴത്തേന് ഈ ഒരു ലൂപ്പ് മാത്രമായിട്ട് സ്പ്ലിറ്റ് ആയി അത് മറ്റൊരു ലേക്ക് ആയിട്ട് തന്നെ മാറാനായിട്ട് സാധ്യതയുണ്ട്. ഒന്ന് ഈ ഒരു പോണ്ടോ ഒരു ലേക്കോ ആയിട്ട് മാറും. ഓക്കെ, ആ ഒരു പോർഷനെ നമ്മൾ മിയാൻഡർ ലൂപ്പ് എന്ന് പറയുന്നു. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ടേംസ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഈ ഫിഗർ പറ്റുമെങ്കിൽ വരച്ചും പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് ഈ മിയാൻഡേഴ്സിന്റെ ഫ്ലോ പാറ്റേൺ എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ ഈ മിയാൻഡേഴ്സ് സാധാരണ ആ ഒരു ബെൻഡ് എടുക്കുമ്പോഴത്തേന് ഫ്ലോ ചെയ്യുന്നത് ഹെലിക്കൽ ഫ്ലോ എന്ന് പറയും, അല്ലെങ്കിൽ ഹെലിക്കോയിഡൽ ഫ്ലോ എന്ന് പറയും. ആ രീതിയിലാണ് ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് ഹെലിക്കലായിട്ടാണ് ഈ ബെൻഡ് എടുക്കുമ്പോൾ റിവറിൽ വാട്ടർ ഒഴുകുന്നത്. അപ്പൊ അതിന് പറയുന്നത് ദ വാട്ടർ ഫ്ലോസ് ഇൻ എ കോർക്ക് സ്ക്രൂ മോഷൻ കോൾഡ് ഹെലിക്കൽ ഫ്ലോ. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ഹെലിക്കൽ പാറ്റേണിൽ ടേൺ എടുക്കുമ്പോൾ വാട്ടർ ഇങ്ങനെ ഹെലിക്കൽ പാറ്റേണിൽ ഫ്ലോ ചെയ്യുന്ന കാരണം എന്ത് സംഭവിക്കുന്നു? അത്രയും ശക്തിയിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ വെലോസിറ്റിയിൽ മാക്സിമം വെലോസിറ്റി എടുത്താണ് ഈ ബെൻഡ് ടേൺ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഭാഗത്തെ കമ്പയർ ചെയ്ത് ഈ ഔട്ടർ കോർണേഴ്സിൽ വാട്ടറിന്റെ എലിവേഷൻ കുറച്ചും കൂടെ ഹൈ ആയിരിക്കും. ആൻഡ് ആ വെലോസിറ്റി ഏറ്റവും കൂടുതലായതുകൊണ്ട് തന്നെ സംടൈംസ് ഈ വെള്ളം ഈ ഒരു കോർണറിൽ നിന്ന് വെളിയിലോട്ട് സ്പ്ലാഷ് ആയി പോവാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പാറ്റേൺ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഹെലിക്കൽ ഫ്ലോ ടേൺ എടുക്കുന്ന കാരണം ഇവിടെ ഇറോഡ് ആവുന്നു ആൻഡ് ഈ ഭാഗത്തായിട്ട് ഡിപ്പോസിറ്റ് ആവുന്നു. ഞാൻ പറയുന്നത് ഈ ഒരു ബെൻഡ് എടുക്കുമ്പോൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇവിടെ വീണ്ടും അനദർ ബെൻഡ് എടുക്കുവാണ്. അപ്പോൾ ഇവിടെ ബെൻഡ് എടുക്കുമ്പോൾ ഇവിടെ ഇറോഡ് ആവുന്നു ആൻഡ് ഈ ഭാഗത്തായിട്ട് മണ്ണ് വന്ന് ഡിപ്പോസിറ്റ് ആവുന്നു. ഓക്കെ, അല്ലെങ്കിൽ സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ആവുന്നു. അപ്പൊ ഈ ഫ്ലോ എങ്ങനെയാണെന്ന് ക്ലിയർ ആയി കാണുമല്ലോ. ഇനി നമ്മൾ ഫീച്ചേഴ്സിലോട്ട് കടക്കുകയാണ്. അപ്പൊ ഈ ഫീച്ചേഴ്സിനകത്ത് മെയിൻലി ഈ മിയാൻഡറിംഗ് റിവറിന്റെ കുറച്ച് പാർട്സ് ആണ് മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ഓരോ പാർട്ടും നമ്മൾ ഒരു ഫിഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ പേരുകളൊന്ന് നോക്കാം. ചാനൽ ലാക്ക്, പോയിന്റ് ബാർ, ഓവർ ബാങ്ക് ഡിപ്പോസിറ്റ്സ്, നാച്ചുറൽ ലെവീസ്, പിന്നെ ക്രിവാസേസ് പ്ലേസ്. ഓക്കെ, ദെൻ ഫ്ലഡ് ബേസിൻ ഡിപ്പോസിറ്റ്സ്. അപ്പൊ ഇത്രയും ടേംസ് മിയാൻഡറിംഗ് ഓഫ് റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. ഇതിന് ഒരു ഫിഗറും കൂടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫിഗർ നമുക്ക് പഠിക്കാനുള്ള ഫിഗറാണ്. അപ്പോൾ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതും വരച്ച് ഇതിന്റെ കൂടെ വേണം എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ആ ടേംസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഇപ്പൊ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആ ബ്ലൂ കളർ റിവർ ഫ്ലോ കാണിച്ചിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഒരു ബെൻഡ് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു? ഈ ഭാഗത്ത് സോയിൽ ഇറോഡ് ആവുന്നു ആൻഡ് ഈ ഭാഗത്ത് ഡിപ്പോസിറ്റ് ആവുന്നു. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സോയിൽ ഡിപ്പോസിറ്റ് ആവുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പോയിന്റ് ബാർ എന്ന് പറയുന്നു. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും ഇറോഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ഒരു കാര്യവും കൂടെ പറഞ്ഞു, നല്ല ഹൈ വെലോസിറ്റിയിൽ വെള്ളം ഇതിൽ ഈ ബെൻഡ് എടുക്കുന്നത് കാരണം കുറച്ച് വെള്ളം സ്പ്ലാഷ് ആവാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ സ്പ്ലാഷ് ആയി പോകുന്ന ആ ഒരു പോർഷൻ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ അത് ചിലപ്പം സെഡിമെന്റ്സ് കലർന്ന വെള്ളമായിരിക്കാം, അതിനെയാണ് നമ്മൾ ഈ ക്രിവാസേസ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ക്രിവാസേസ് പ്ലേസ്. അപ്പം ഇത് മോസ്റ്റ്ലി ഉണ്ടാവുന്നത് ഫ്ലഡിന്റെ ഒക്കെ ടൈമിലാണ്.
അതായത് നല്ല ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈ സൈഡിലേക്ക് സ്പില്ലായി പോവുക. ആൻഡ് വെള്ളത്തിന്റെ കൂടെ തന്നെ സെഡിമെന്റ്സും ആ റിവർ ബാങ്കിലേക്ക് വന്ന് തെറിച്ചു വീഴുക. അതിനാണ് ക്രിവാസിയസ് പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ പോയിന്റ് ബാർസ് നമ്മൾ പറഞ്ഞു, എന്താ സെഡിമെന്റ്സ് വന്ന് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഈ മിയാൻഡർ ലൂപ്പിന്റെ ഒരു കോൺവെക്സ് പാർട്ട്, അതാണ് ഈ പോയിന്റ് ബാർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ ലെവീസ് ആണ്. ലെവീസ് അല്ലെങ്കിൽ നാച്ചുറൽ ലെവീസ് എന്ന് പറയും. ലെവീസ് ബൺസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലും പഠിച്ചിട്ടുള്ളതാണ്. അതായത് ആ റിവർ ഒഴുകുന്നത് കാരണം ഒരു തട്ട് പോലെ, ഒരു ബണ്ട് പോലെ ഇവിടെ ഫോം ആയി വരിക. ഒരു സോയിൽ ഇങ്ങനെ പൈലപ്പ് ചെയ്ത് ഒരു എന്താ പറയാ, കുറച്ചൊരു ഹയർ എലിവേഷൻ ആയിട്ട് അവിടെ മാറുക. അപ്പൊ അതിനാണ് നമ്മൾ നാച്ചുറൽ ലിവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ തവണ റിവർ ഫ്ലഡ് ഉണ്ടാവുമ്പോഴും ഈ ഒരു ഭാഗത്ത് സോയിൽ ഡിപ്പോസിറ്റ് ആയി അല്ലെങ്കിൽ ഒരു ഹൈലി എലവേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ക്രിയേറ്റ് ആകാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേം ലാഗ് ഗ്രേവൽ, ഇതിനെ വേറൊരു പേരും ഉണ്ട്, ചാനൽ ലാഗ് എന്നും പറയും. ഇതെന്ന് പറയുന്നത് ആ റിവറിന്റെ അടിത്തട്ടില്, അതായത് വെള്ളം ഒഴുകുന്നതിന്റെ അടിവശത്തായിട്ട് നമ്മൾ ഈ ഒഴുക്ക് കാരണം വരുന്ന നല്ല കട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ കോഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ, പാറക്കഷ്ണങ്ങളാവട്ടെ, കുറച്ചും കൂടെ കോഴ്സ് ആയിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസ് ആവട്ടെ, ഇതെല്ലാം കൂടെ സോർട്ട് ഔട്ട് ചെയ്ത് ഇവിടെ ഈ ഒരു സ്ട്രീം ബെഡിൽ വന്ന് അടിഞ്ഞ് കൂടുന്നു. അതിനെയാണ് നമ്മൾ ലാഗ് ഗ്രേവൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഓവർ ബാങ്ക് സെഡിമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടേംസ് ഉണ്ട്. അതിന് ഓവർ ബാങ്ക് ഡിപ്പോസിറ്റ്സ് എന്നും പറയും. ഇതെന്ന് പറയുന്നത് ശരിക്കും ഈ റിവറിന്റെ ഈ ഒരു ഒഴുക്ക് കാരണം, അതായത് ഒരുപാട് കാലങ്ങൾ എടുത്ത് ഒഴുകുന്ന ഈ ഒരു ഒഴുക്ക് കാരണം ആ വാലീസിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ അവിടെ മണ്ണ് വന്ന് ഡിപ്പോസിറ്റ് ആയി സെഡിമെന്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്ന അതിനെയാണ് ഈ ഓവർ ബാങ്ക് സെഡിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ദിസ് എന്താ റിവർ വാട്ടർ ഫ്ലോ. ഓക്കെ, അപ്പൊ അതിനാണ് ഓവർ ബാങ്ക് സെഡിമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് ചാനൽ ഫിൽ, അത് റിവർ ഫ്ലോയ്ക്ക് അടുത്തായിട്ടുള്ള സോയിൽ ലെയേഴ്സിനെയാണ് നമ്മൾ ചാനൽ ഫിൽ എന്ന് പൊതുവെ പറയുന്നത്. മണ്ണ് കിടക്കുന്ന കണ്ടിട്ടില്ലേ, സോ അതിനാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ടേംസ് തന്നെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മിയാൻഡേഴ്സിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാം വരയ്ക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും മെയിൻ ആയിട്ട് കൊടുക്കേണ്ട പാർട്സ് ഇവയൊക്കെയാണ്: ലെവീസ്, പോയിന്റ് ബാർസ്, ക്രിവാസിയസ് പ്ലേസ്, ലാഗ് ഗ്രേവൽ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ടേമും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്: ഫോർമേഷൻ ഓഫ് ആൻ ഓക്സ്ബോ ലേക്ക്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ ഷാർപ്പ് ബെൻഡ് എടുക്കുന്ന കാരണം ഫ്യൂച്ചറിൽ ഒരുപാട് കാലം കഴിയുമ്പോഴത്തേന് ഈ എടുക്കുന്ന ഈ ഒരു ഷാർപ്പ് ബെൻഡ് എന്ത് സംഭവിക്കും, അത് മറ്റൊരു ലേക്കായിട്ട് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു ലേക്കിനെയാണ് നമ്മൾ ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓക്സ്ബോ ലേക്സ് ആർ ക്രിയേറ്റഡ് വെൻ ഗ്രോയിങ് മിയാൻഡേഴ്സ് ഇന്റർസെക്ട് ഈച്ച് അതർ ആൻഡ് കട്ട് ഓഫ് മിയാൻഡർ ലൂപ്പ്. അപ്പൊ ഇതിങ്ങനെ ഷാർപ്പ് ബെൻഡ് എടുത്ത് അത് പതുക്കെ പതുക്കെ ജോയിൻ ആയി ആൻഡ് ഇത് മാത്രമായിട്ട് ഒരു പോർഷൻ ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു. ഓക്കെ, അപ്പൊ ഞാൻ വേറെ ഒരു ഫിഗർ കാണിക്കാം. ഇതിനകത്ത് 4 സ്റ്റെപ്പുകളുണ്ട്. ഓരോ സ്റ്റെപ്പിനകത്ത് അത് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. അപ്പം നേരത്തെ പറഞ്ഞിരുന്നു, ഈ മിയാൻഡേഴ്സ് ഫോം ചെയ്യാനുള്ള 2 മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇറോഷനും ഡിപ്പോസിഷനും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ്, അല്ലെ? അപ്പം അത് ഐ മീൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് ആ ഒരു 4 സ്റ്റെപ്പിലൂടെ കടന്നുപോയി ഫൈനലി ഒരു ഓക്സ്ബോ ലേക്ക് ഫോം ആവുന്നു. അപ്പൊ ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ നോക്കിയേ, ആദ്യത്തെ സ്റ്റേജില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാർജ് ബെൻഡായിട്ട് ഒരു ഭാഗം ഫോം ആവുന്നു. എന്നിട്ട് ഈ ഭാഗത്ത് ഇനി രണ്ടാമത്തെ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കിന് അത് പതുക്കെ ആ ലൂപ്പ് അടുത്തടുത്ത് വരാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, ഇനി ഒരു തേർഡ് സ്റ്റേജ് എത്തുമ്പോൾ ഈ രീതിയിലായിരിക്കും. ഡ്യൂറിംഗ് ഫ്ലഡ് ദ റിവർ വിൽ കട്ട് റൈറ്റ് ത്രൂ ദി നെക്ക്, ദാറ്റ് ഈസ് ദ റിവർ വിൽ ടേക്ക് ന്യൂ ഷോർട്ടർ ലൂപ്പ്. അപ്പോൾ ഓൾറെഡി ഒഴുകി പോകുന്ന ആ ഒരു റിവർ പാറ്റേൺ അത് അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യുന്നു. പകരം അതിന്റെ കൂടെ ഒരു റൈറ്റ് കട്ട് എടുത്ത് ഒരു ചെറിയ ലൂപ്പായിട്ട് ഇത് ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിക്കും, 4ാമത്തെ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കിന് റിവർ ഫ്ലോ അതേപോലെ തന്നെ മെയിൻ ആയിട്ട് സ്ട്രീമിലൂടെ പോകുന്ന വെള്ളം അങ്ങനെ തന്നെ ആ മെയിൻ ഫ്ലോയിലൂടെ തന്നെ പോകുന്നു. പക്ഷെ ആ മിയാൻഡർ ഫോം ചെയ്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യുന്നു, അത് മാറി മറ്റൊരു ചെറിയൊരു പോണ്ട് അല്ലെങ്കിൽ ഒരു ലേക്ക് ആയിട്ട് മാറുന്നു. അതിനാണ് നമ്മൾ ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതാണ് മെയിൻ ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം മിയാൻഡേഴ്സ് നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നതൊക്കെ
ഓക്സ്ബോ ലേക്സ് ആണ്. ഇവിടെ ഇത്. ഓക്കെ, സോ ഇതാണ് ആദ്യം ഈ റിവർ ഇതിലേക്കൂടാണ് ഒഴുകിക്കൊണ്ടിരുന്നെങ്കിലും പിന്നെ അത് ഫ്യൂച്ചറിൽ മാറി ഇത് മാത്രമായിട്ടൊരു തനി ലേക്കായിട്ട് അത് സ്പ്ലിറ്റ് ആയി പോകുന്നു. ആൻഡ് നമ്മുടെ മെയിൻ ഫ്ലോയിലൂടെ വെള്ളം ഇതിലേക്കൂടെ ഒഴുകുന്നുണ്ട്. ഈ ഒരു പാർട്ട് മാത്രം സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഇതാണ് ഓക്സ്ബോ ലേക്ക്. ഇനി ഈ ഒരു ഫിഗറിനകത്ത് ഓക്സ്ബോ ലേക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു സീക്വൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബെൻഡ് എടുക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഡിപ്പോസിഷൻ ഉണ്ടാവുന്നു ആൻഡ് മാക്സിമം ഇറോഷൻ ഉണ്ടാവുന്നത് ഈ ഒരു പോർഷനിലാണ്, അല്ലെ? ഈ റെഡ് കാണിച്ചിരിക്കുന്ന എല്ലാം ഇറോഷനും ഗ്രീൻ കളർ കാണിച്ചെടുത്തെല്ലാം ഡിപ്പോസിഷനും ഉണ്ടാവുന്നു. ആൻഡ് ഇത് സ്റ്റേജ് 1. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഡിപ്പോസിഷൻ ആ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ ഡിപ്പോസിഷൻ വളരെ കുറവായിരിക്കും, ചെറിയ ബെൻസ് ആണ് എടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എത്തുമ്പോഴത്തേനും ഡിപ്പോസിഷൻ കുറച്ചും കൂടെ കൂടി ബെൻസ് ഒക്കെ ഇച്ചിരി കൂടെ ഷാർപ്പായി വരുന്നു. ആൻഡ് ദിസ് ഇസ് എ തേർഡ് സ്റ്റേജ്. ഫോർത്ത് സ്റ്റേജിൽ നല്ല രീതിയിൽ ഡിപ്പോസിഷൻ ഉണ്ടാവുന്നു ആൻഡ് ഡയറക്ഷനും ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. ഫിഫ്ത്ത് സ്റ്റേജ്, 6, 7, 8th സ്റ്റേജ് ആകുമ്പോഴത്തേനും ഒരുപാട് ഡിപ്പോസിറ്റ് ആവുന്നുണ്ട്. ആൻഡ് പതുക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ലൂപ്പ് ഇതേപോലെ ഫോം ആയി വരുന്നത് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? 9th സ്റ്റേജ് എത്തിയപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? ആ ലൂപ്പ് കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ആയി മറ്റൊരു ലേക്കായിട്ട് ഫോം ചെയ്തു. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഓക്സ്ബോ ലേക്ക് എന്ന് പറയും. ആൻഡ് ഈ റിവർ ഓൾറെഡി ഫ്ലോ ചെയ്തിരിക്കുന്ന ആ ഒരു ഡയറക്ഷനിലൂടെ തന്നെ ഒലിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഫ്ലോ ചെയ്ത് പോകുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എല്ലാ ടേംസും കാണാം. ഇതൊരു ഫൈനൽ സ്റ്റേജിന്റെ പിക്ചർ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഓക്സ്ബോ ലേക്ക്. ആൻഡ് മിയാൻഡർ സ്കാർസ് എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആ മിയാൻഡർ അല്ലെങ്കിൽ ആ റിവർ കടന്നുപോയ ആ വഴികളൊക്കെയാണ് നമ്മൾ ആ സ്കാർസ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, മിയാൻഡർ സ്കാർസ്. പിന്നെ ഈ ഒരു പോർഷനെ ഓക്സ്ബോ കട്ട് ഓഫ് എന്ന് പറയുന്നു, കാരണം ഇതിൽ നിന്നാണ് ഈ ഓക്സ്ബോ ലേക്ക് ഫോം ചെയ്തത്. സോ ആ ഒരു ലേക്ക് ഓക്സ്ബോ കട്ട് ഓഫ് എന്നും ഈ സ്പ്ലിറ്റ് ആയി പോയതിനെ ഓക്സ്ബോ ലേക്ക് എന്നും പറയുന്നു. ഓക്കെ.